നമസ്കാരം. ഇന്നത്തെ ഗൾഫ് കോർട്ടിൻ്റെ അതിഥി ബഹുമാന്യനായ ശ്രീ മനു ആണ്. അദ്ദേഹം കേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ പ്രൊട്ടക്ഷൻ ഒരു ടീമിൻ്റെ സജീവ പ്രവർത്തകനും കേരള ആക്സിലറി ഫോഴ്സ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ചെയർമാനും ആണ്. അദ്ദേഹത്തിന് ഇന്ന് ഈ വേദിയിൽ നമ്മുടെ കൂടെ അതിഥിയായി കിട്ടിയതിൽ ഗൾഫ് കോർട്ടിന് വേണ്ടി ഞാൻ ആദ്യമേ അദ്ദേഹത്തിന് സ്വാഗതം പറയുന്നു. മിസ്റ്റർ മനു, താങ്കളുടെ പ്രവർത്തനങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ കേരള ഓക്സിലറി ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻ, അത് ഈ കഴിഞ്ഞ ജനുവരിയിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പേര് പോലെ തന്നെ ഒരു സന്നദ്ധ സഹായ സേന, കേരളവുമായിട്ട് ബന്ധപ്പെട്ട് മലയാളികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും. ഈ ഓർഗനൈസേഷൻ 4 ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഒന്ന് എമർജൻസി മെഡിക്കൽ അസിസ്റ്റൻസ്, അത് ഏറ്റവും അത്യാവശ്യ ഘട്ടത്തിൽ ഏറ്റവും പാവപ്പെട്ടവന് ചികിത്സാ സഹായം നൽകുക. ഒരു വർഷം 12 പേഷ്യൻസിനെ ഞങ്ങൾ ടേക്കപ്പ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ടോർച്ചർ പ്രിവെൻഷൻ സെൽ, അത് ഗവൺമെൻറ് ഓഫീസുകളിലും നോൺ ഗവൺമെൻറ് ഓഫീസുകളിലും മറ്റും നടക്കുന്ന ടോർച്ചറിങ്, അതിനെതിരെ ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനും ഗവൺമെൻറ് അതോറിറ്റീസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിന് വേണ്ട ആക്ഷൻസ് എടുക്കുന്നു. തേർഡ് വൺ ഈസ് സോഷ്യൽ വെൽഫെയർ സർവീസ്. ഫോർത്ത് വൺ ആർട്സ് ആൻഡ് കൾച്ചർ പ്രൊമോഷൻ. ഈ 4 ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ ബ്രീഫിങ്ങും ഇവിടെ മിഡിൽ ഈസ്റ്റിലേക്കും കൊണ്ടുവരികയും, കാരണം UAE പോലത്തെ ഒരു രാഷ്ട്രത്തിൽ ഏകദേശം ഒരു 80% പേര് മലയാളികൾ തന്നെയാണ്, ഇന്ത്യക്കാർ തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഇവിടെയുള്ള മലയാളികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് നാട്ടിലെ ഗവൺമെൻറ് ബോഡീസിനോട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ലിങ്കായിട്ട്, ഒരു മീഡിയേറ്ററായിട്ട് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഇന്നിപ്പോൾ UAE വന്നിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോളട്ടെ. ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് UAE പരിഹരിക്കാൻ കഴിയാതെ പോകുന്നതും ഇവിടെ നിൽക്കുന്ന കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുമായ കാര്യങ്ങളെ നാട്ടിൽ കേന്ദ്രീകരിച്ച് ഇവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി നമുക്ക് ഏത് റേഞ്ച് വരെ പോകാം എന്നുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് ഒട്ടുമിക്ക പ്രധാനപ്പെട്ട അസോസിയേഷൻസ്, ദുബായ് ഇന്ത്യൻ അസോസിയേഷൻ, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ, മാസ്, പിന്നെ ഇവിടെയുള്ള പല മീഡിയ പേഴ്സണാലിറ്റീസ്, ഇവരൊക്കെയായിട്ട് ചർച്ച ചെയ്യുകയും ഇവൻ മാസിൻ്റെ കീഴിൽ ഞങ്ങളൊരു ഓപ്പൺ ഫോറം തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ മലയാളീസിന് ഉള്ളത്. ഒന്ന്, പല ജോലിയും വാഗ്ദാനം ചെയ്ത്, പല സാലറീസും വാഗ്ദാനം ചെയ്ത് ഇവരിവിടെ കൊണ്ടുവരിക. 1000 ദിർഹം പറയുന്നുണ്ടെങ്കിൽ വരുമ്പോൾ 200 ദിർഹം 250 ദിർഹം ആയിരിക്കും. പറയുന്ന ജോലി ആയിരിക്കില്ല. ഹൗസ് മേറ്റ്സ് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പല കാര്യങ്ങൾക്കും ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് കുട്ടികളെ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ വെച്ചാൽ ഒരു ഗവൺമെൻറ്റിന് പോലും ഇവിടെ എത്ര മലയാളികളുണ്ട്, അവരെവിടെയൊക്കെ ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ആലോചിച്ചത്, നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടുകയും കേരള ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രജിസ്ട്രേഷൻ സെല്ല് അവിടെ കേരള ഓക്സിലറി ഫോഴ്സിൻ്റെ കീഴിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അവിടെ നിന്ന് വിസിറ്റിംഗ് വിസയിലായിക്കോട്ടെ, ജോലിക്ക് വേണ്ടി ആയിക്കോട്ടെ, വരുന്നവർ ഇവിടെ ഇൻഫോം ചെയ്യുക. കാരണം പിന്നീട് ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ, പറഞ്ഞ ജോലി കിട്ടാതിരിക്കുകയോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ, ആൾ മിസ്സാവുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ റെക്കോർഡ്സ് ഉണ്ടാവും. ഇവിടെയുള്ള അസോസിയേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്യാൻ നമുക്ക് കഴിയും. പിന്നെ നിങ്ങൾ ഈ എമർജൻസി മെഡിക്കൽ എയ്ഡ്സിനെ കുറിച്ച് സൂചിപ്പിക്കുക, അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. അതാണ് ഞാൻ പറയാൻ വിട്ടുപോയി. ഒന്ന്, ഇതുപോലെയുള്ള ലേബേഴ്സിനെ കൊണ്ടുവന്നുള്ള ചീറ്റിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. രണ്ടാമത്, ഇന്നൊരു ഫാഷനായി മാറിയേക്കാണ് ചാരിറ്റിയുടെ പേരും പറഞ്ഞിട്ട് ഇവിടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ വരിക, അസോസിയേഷൻസൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുക. പലപ്പോഴും മീഡിയ വഴിയൊക്കെ നമുക്കറിയാൻ കഴിഞ്ഞു, 1 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ചിലവ് വരുന്ന സർജറീസും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവർ പറയുന്ന 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയായിരിക്കും. ഇതിൻ്റെ നിജസ്ഥിതി അവിടെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓർഗനൈസേഷന് അവിടെ നെറ്റ്വർക്കില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും റിക്വസ്റ്റുകൾ പേഴ്സണലായിട്ടോ മീഡിയ വഴിയോ ഏതെങ്കിലും ഓർഗനൈസേഷനിലെ വ്യക്തികൾക്ക് വന്നു കഴിഞ്ഞാൽ കേരള ഓക്സിലറി ഫോഴ്സിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വോളണ്ടിയേഴ്സിനെ അവിടെ എൻക്വയറി ചെയ്യാൻ പറ്റും, അതിൻ്റെ നിജസ്ഥിതി അറിയാൻ പറ്റും. ഇത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇൻഫോം ചെയ്യാൻ പറ്റും, ഇവിടുത്തെ അസോസിയേഷൻ ഇൻഫോം ചെയ്യാൻ പറ്റും. ആ ഒരു ഇൻഫർമേഷൻ, സാമ്പത്തിക ഇടപാട് ഞങ്ങൾ മീഡിയേറ്ററായിട്ട് നിൽക്കുന്നില്ല, ഈ ഒരു കാര്യങ്ങൾക്ക് മാത്രം ഒരു ഇൻഫോമറായിട്ട് നിന്നിട്ട് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. പിന്നൊരു കാര്യമുള്ളത്, ഇവിടെ സംഭവിക്കുന്ന പല ആക്സിഡൻസ്, ഇപ്പോൾ ആ ഹസീന എന്ന് പറഞ്ഞ കുട്ടിയെ തന്നെ നമ്മൾ ഒന്നിച്ച് പോയി റഷീദ് ഹോസ്പിറ്റലിൽ പോയി കണ്ടത്, അവിടെ കോതമംഗലത്തുള്ള വേറൊരാൾ പലപ്പോഴും ഒരു മേജർ ആക്സിഡൻ്റ് ആയാലും നാട്ടുകാരെ അറിയിക്കാറില്ല.
വളരെ ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചെയ്യും. ഈ പേഷ്യൻറ്റിനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നാട്ടിൽ അറിയിക്കാത്തടത്തോളം കാലം അവർ അതിനുള്ള ഫെസിലിറ്റീസ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല. ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, ഏത് ഡോക്ടറെ കാണിക്കണം, ഇതൊക്കെ തീർത്തും ഒരു അവ്യക്തമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന് വേണ്ട ബാക്കിയുള്ള ഹെൽപ്പുകളെല്ലാം അവിടെ ചെയ്യാൻ പറ്റും. ഈവൻ ഷിഫ്റ്റിംഗ് തുടങ്ങിയ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ കേരള ഓക്സിലറി ഫോഴ്സിനെ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആ ഒരു ഇൻട്രാക്ഷൻ കേരള ഓക്സിലറി ഫോഴ്സ് എന്താണെന്നുള്ളത് ഇവിടുത്തെ അസോസിയേഷൻ അറിയിക്കുക, ഇവിടുത്തെ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക, മലയാളികളെക്കുറിച്ച് പഠിക്കുക ഇവിടുത്തെ. ഇതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ 10-15 ദിവസത്തെ വിസിറ്റിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. സഹായത്തിന് ആരുമില്ലാതെ ഇവിടെ വന്ന് ഒറ്റപ്പെടുന്ന ആപൽക്കരമായ ഘട്ടങ്ങളിലൊക്കെ എവിടെയെങ്കിലും ചെന്നപ്പെടുകയും ചിലപ്പോൾ സംസാരിക്കാൻ ശേഷിയില്ലാത്ത സാഹചര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അത്തരം ആളുകളെ സംഘടിച്ചിട്ട് അങ്ങനെ ആളുകളെ കണ്ടെത്തുകയും അവരെ സഹായിച്ചിട്ട് നാട്ടിലെത്തിക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ വരുന്ന ആളുകളെയും കാര്യങ്ങൾക്ക് കേരള ഓക്സിലറി ഫോഴ്സിന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാട്ടിൽ ഇവിടെയുള്ള മലയാളികൾക്ക് കേരളവുമായിട്ട് ബന്ധപ്പെട്ട് എന്താവശ്യം വേണോ അത് നമ്മളറിയാം. ഇന്ന കാര്യം എന്ന് പറയേണ്ട കാര്യമില്ല. എന്ത് കാര്യം വേണോ ആ കാര്യം പറഞ്ഞാൽ നമുക്കവിടെ ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യന് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം കേരളത്തിലുണ്ടെങ്കിൽ അത് കേരള ഓക്സിലറി ഫോഴ്സിന് ചെയ്യാൻ കഴിയും. കാരണം 10 പൈസ പോലും ഒരു അസറ്റ് ഇല്ലാതെയാണ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ദൈവം അനുഗ്രഹിച്ച് 9 വളരെ പാവപ്പെട്ടവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിഞ്ഞു. 9 ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ജന്മന അന്ധയായിരുന്നൊരു കുട്ടിക്ക് കാഴ്ച കിട്ടി. 11 വർഷം മുട്ടിലഴിഞ്ഞ് നടന്നിരുന്ന കുട്ടി 2 കാലിൽ നടക്കുന്നു. 72 ദിവസമായ ഒരു കുട്ടിക്ക് ഹാർട്ട് സർജറി. ഇതെല്ലാം ഒന്നും കയ്യിൽ കാശ് വെച്ചിട്ട് ചെയ്തതല്ല. നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഹോസ്പിറ്റൽസിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരെന്താ വേണ്ടത് ആ രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ഒരു മലയാളിക്ക് അവിടെ കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അത് എന്തായാലും ഇവിടെയുള്ള ഓർഗനൈസേഷനോ വ്യക്തികൾക്കോ എന്നോട് പറയാം. തീർച്ചയായിട്ടും ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ഹെൽപ്പ് ഞങ്ങൾ ചെയ്തിരിക്കും. പിന്നെ അടുത്ത 2 മേഖലകളിലൂടെ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞത് ഒന്ന് മെഡിക്കൽ അസിസ്റ്റൻസും ടോർച്ചർ പ്രിവെൻഷൻ സെല്ലും, മൂന്നാമത് സോഷ്യൽ വെൽഫെയർ സർവീസ്. അത് ഇവിടെ ഞങ്ങൾ ഈ മിഡിൽ ഈസ്റ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഓപ്പൺ ഫോറത്തിൽ വെച്ചിട്ട് ഒരു മനുഷ്യൻ എന്ന് തന്നെ ഞാൻ പറയാൻ പറ്റുള്ളൂ, അവർ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ഞങ്ങളോട് എന്താ പറയുക ഒരു താല്പര്യം ഞങ്ങളോട് പറഞ്ഞു. അവരുടെ ഒരു 3 ഫ്ലോർ ബിൽഡിംഗ് ബാംഗ്ലൂർ കിടക്കുന്നുണ്ട്, അത് നിങ്ങളുടെ പ്രവർത്തനത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഞാനും അവിടെ നാട്ടിൽ പല ജയിലുകളും പോയി വിസിറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ 1-2 ജയിലുകൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ കേരളത്തിൻ്റെ ഒരു ചുറ്റുപാടല്ല എവിടെയെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഈ തവണ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവിടെ അടുത്ത തവണത്തേക്ക് വെച്ചേക്കാണ്. ആ ജയിലുകളിൽ പഠിച്ചപ്പോൾ ഞാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 90% അവിടുത്തെ അന്തേവാസികൾ ഒരു തവണ കുറ്റം ചെയ്തവരാണ്. ഈ ബൈ ബർത്ത് ക്രിമിനൽസ് എന്ന് പറയുന്നവരല്ല. പക്ഷേ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ സമൂഹം അവരെ റിയൽ ക്രിമിനൽസ് എന്ന് പറഞ്ഞ് അവരെ വീണ്ടും ആ പാതയിലേക്ക് തന്നെ കൊണ്ടുപോകണം. എന്ത് മാനസാന്തരം ഉണ്ടായാലും ആണുങ്ങൾക്ക് എങ്ങനെയും വന്ന് ജീവിക്കാം. നല്ലൊരു ശതമാനം സ്ത്രീകളും അതേ അവസ്ഥ. എന്നോടിപ്പോൾ ഒരു പെൺകുട്ടി ഒരിക്കൽ കരഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകളെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ എനിക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല, ഞാൻ അതുകൊണ്ട് അവനെ വെട്ടിയത്. ഇനിയിപ്പോൾ ഞാൻ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? എനിക്ക് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ നാട്ടിലും വീട്ടിലും വേണ്ടാത്തവരാണ് പിന്നീട് വലിയ വലിയ പ്രോസ്റ്റിറ്റ്യൂട്ട്സും അതുപോലെ കാരിയേഴ്സും ഒക്കെ ആയിട്ട് മാറുന്നത്. ആ പാതയിലേക്ക് അവരെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ആ ബാംഗ്ലൂരുള്ള തന്നേക്കുന്ന ബിൽഡിങ്ങിൽ ഒരു അസൈലം തിരിച്ചെങ്ങും പോകാനില്ലാത്തവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി തൊഴിൽ കൊടുത്തുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു അസൈലം ഞങ്ങളവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ബാംഗ്ലൂരിനെ ഉദ്ദേശിക്കാൻ കാരണം ഒന്ന് ഇവരുടെ ഓഫറുണ്ട്, രണ്ടാമത് കേരളത്തിൽ എവിടെ തുടങ്ങിയാലും ഇവർ ജയിൽ വിമോചിതരാണെന്നുള്ളത് അറിയാൻ പറ്റും. ഇവരാണെന്ന് അറിയാത്ത രീതിയിൽ അവരെ അവിടെ കൊണ്ടുപോയി ഒരു അസൈലം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. അവർക്കുണ്ടാകാവുന്ന ചിലവുകൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി അവർക്കുണ്ടാകുന്ന ചിലവുകൾക്ക് ഇപ്പം ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കുടിൽ വ്യവസായം പോലെ, കുടിൽ വ്യവസായം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ചർച്ചയിൽ വന്നപ്പോൾ ഈ അവിടെയുള്ള ഫ്ലാറ്റുകൾ, ഹോസ്പിറ്റൽ, ഓഫീസുകൾ, ഇവിടേക്കൊക്കെ ഫുഡ് ഹോം ഡെലിവറി ചെയ്യുക. അപ്പോൾ ഇവരെ തന്നെ കൂടുതൽ ആക്റ്റീവ് ആക്കാൻ പറ്റും. ഇവർക്ക് പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനുള്ള സമയം കിട്ടുമ്പോഴാണ് ഇവർ വിഷമിക്കുന്ന മനസ്സ്. അവരെ ഓരോ ജോലിയിൽ വ്യാപൃതരാക്കുമ്പോൾ ആ പ്രശ്നങ്ങളുണ്ടാവില്ല. അപ്പോൾ അവർക്കറിയാവുന്ന കാര്യങ്ങൾ ഭക്ഷണം പാചകം കാര്യങ്ങളൊക്കെ, അങ്ങനെ ഒരു ഹോം ഡെലിവറി സർവീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. പക്ഷേ അതൊക്കെ ഇവിടെ വന്നിട്ട് വന്നേക്കുന്ന ഐഡിയകളാണ്. അവിടെ നാട്ടിൽ ചെന്ന് എന്തൊരു വർക്കൗട്ട് ആവും എന്നുള്ളത് നോക്കണം. കാര്യമായിട്ട് ഒരു ചോദ്യം കൂടി ഉള്ളത്, ഈ കേരള ഓക്സിലറി ഫോഴ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആദ്യം മനുഷ്യപ്രയത്നമാണ് എന്ന് പറഞ്ഞു, സാധാരണമായ കാര്യമാണ്. എന്നിരുന്നാലും ഇതിന് സാമ്പത്തികമായ ചില കാര്യങ്ങളിലൂടെ തീർച്ചയായിട്ടും വേണ്ടി വരും. ഇത്തരം കാര്യങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഫണ്ട് സ്വരൂപിക്കുന്നത് അല്ലെങ്കിൽ സ്വരൂപിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കയ്യിൽ കാശുണ്ടെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യമല്ല സോഷ്യൽ സർവീസ്.
ഞാനിപ്പോൾ സാറിപ്പോൾ 28 വർഷമായിട്ട് ഇവിടെ ഹ്യൂമൻ സർവീസ് ചെയ്യുന്നതാണ്, ചാരിറ്റി സർവീസ് ചെയ്യുന്നതാണ്. എത്ര രൂപ കയ്യിൽ വെച്ചിട്ടാണ് സാറ് ചെയ്യുന്നത്? ചെയ്യാൻ പറ്റുന്നില്ല കാര്യങ്ങൾ. കുറേ അധികം പേര് സഹായം നൽകാനായിട്ട് ഉള്ളവരുണ്ട്, സഹായം അർഹിക്കുന്നവരും കുറേ അധികം പേരുണ്ട്. ഇവരുടെ ഒരു മീഡിയേറ്ററായിട്ട് മാത്രം നിന്നാൽ മതിയാകും. ഇന്നത്തെ ഗൾഫ് കോട്ട് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്ന് നിങ്ങൾ കത്തുകൾ അയയ്ക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗൾഫ് കോട്ട് പോസ്റ്റ് ബോക്സ് നമ്പർ 2971 ഷാർജ UAE. ഫാക്സ് നമ്പർ 0656245566.